കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഐഎമ്മിനെയും നേതാക്കളെയും പ്രതികളാക്കി ഇഡിയുടെ അന്തിമ കുറ്റപത്രം. കള്ളപ്പണം വെളുപ്പിക്കാൻ നേതാക്കൾ കൂട്ടുനിന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ നേരത്തെ ഇഡി ചോദ്യം ചെയ്ത മുൻ MP PK ബിജു, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ എന്നിവരെ പ്രതി ചേർത്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന അസാധാരണത്വം നിറഞ്ഞ കുറ്റപത്രമാണ് ഇഡി കോടതിയിൽ സമർപ്പിച്ചത്. AC മൊയ്തീൻ MLA, MM വർഗീസ്, K രാധാകൃഷ്ണൻ MP എന്നീ മുൻ ജില്ലാ സെക്രട്ടറിമാരും ഇഡിയുടെ അന്തിമ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രതികൾക്ക് അനധികൃതമായി വായ്പ സമ്പാദിക്കാൻ സഹായം ചെയ്തു കൊടുക്കുകയും അതിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പങ്ക് പറ്റിയതായും CPIഎമ്മിനെതിരെ കുറ്റപത്രത്തിൽ ആരോപണമുണ്ട്. തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ K രാധാകൃഷ്ണനും MM വർഗീസും പ്രതികൾക്ക് അനധികൃതമായി വായ്പ തരപ്പെടുത്താൻ സഹായം ചെയ്തു നൽകിയെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. മുൻമന്ത്രി AC മൊയ്തീൻ കരുവന്നൂർ സഹകരണ ബാങ്ക് വഴി കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് കൂട്ടുനിന്നു എന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. CPIഎം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ആയിരുന്ന KC പ്രേമരാജൻ, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, പുറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR പീതാംബരൻ, പുറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB രാജു എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. എന്നാൽ നേരത്തെ ഇഡി ചോദ്യം ചെയ്ത മുൻ MP PK ബിജു, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ എന്നിവരെ പ്രതി ചേർത്തിട്ടില്ല. അന്തിമ കുറ്റപത്രത്തിലെ 27 പേർ സഹിതം 83 പ്രതികൾ ആകെ കേസിൽ ഉൾപ്പെടുന്നു. തട്ടിപ്പ് നടത്തിയത് വഴി പ്രതികൾ സമ്പാദിച്ചത് 180 കോടി രൂപയാണെന്നും ഇവരുടെ സ്വത്തുവകകളിൽ നിന്നും 128 കോടി രൂപ കണ്ടുകെട്ടിയതായും ഇഡി റിപ്പോർട്ടിലുണ്ട്. ശ്രീകാന്ത്, 24, കൊച്ചി.